ഹായ്, വെൽക്കം ടു പ്രൊപ് സ്കെയിൽ. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. MPQ മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം HST ഫിസിക്കൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നു. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത്തരം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്തു, പഠിച്ചു തുടങ്ങി. ഏകദേശം 8 മൊഡ്യൂളുകളുണ്ട്. ഓരോ മൊഡ്യൂളുകളും കവർ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ലൈവായി നിൽക്കാം, ദാറ്റ് ഈസ് ഓരോ മൊഡ്യൂളുകളിലും ലൈവായി നിൽക്കാം? ഇതിന് ഒരു മാർഗ്ഗമേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ നടത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ മൊഡ്യൂളുകളായിട്ട് അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് ഒരു റിവിഷൻ പാറ്റേൺ എന്ന രീതിയിൽ നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അയൺ സൾഫൈഡ് ക്രിസ്റ്റലിനകത്തെ Fe3+, Fe2+ അയോണുകളുടെ അനുപാതം എത്ര? അനുപാതം, റേഷ്യോ ആണ് അല്ലേ? Fe3+, Fe2+ അയോണുകളുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ Fe3+/Fe2+, അല്ലേ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഇതൊരു മെറ്റൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന ക്രിസ്റ്റലാണ് അല്ലേ? Fe0.9 S1.0 അയൺ സൾഫൈഡിന്റെ ക്രിസ്റ്റലാണ്. ഇവിടെ വേണ്ടത്ര അയൺ ഇല്ല. Fe0.9 S1.0 മെറ്റൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന ക്രിസ്റ്റലാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ നോക്കൂ, Fe0.9 S1.0 ദാറ്റ് ഈസ് അയൺ സൾഫൈഡിന്റെ ക്രിസ്റ്റലാണ്. നോർമൽ കേസിൽ ഒരു അയണും ഒരു സൾഫറുമാണ് അല്ലേ? അയൺ എന്ന് പറയുമ്പോൾ Fe2+ഉം സൾഫർ എന്ന് പറയുമ്പോൾ S2- അല്ലേ? ടോട്ടൽ ചാർജ് 0 ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ ഒരു ഇംപെർഫെക്ഷൻ വന്നതാണ്, ഒരു ന്യൂനത വന്നതാണ്. അപ്പൊ Fe2+ന് പകരം Fe3+ അയോണുകൾ വന്നിട്ടുണ്ട്. എത്ര Fe3+ ഉണ്ട്, എത്ര Fe2+ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം നമുക്ക്. ഇപ്പൊ നോക്കൂ, ഞാൻ അസ്യൂം ചെയ്യാണ് ഒരു X എണ്ണം Fe3+ ഉണ്ട്, X എണ്ണം Fe3+ ഉണ്ട്. അപ്പൊ എത്ര Fe2+കൾ ഉണ്ടാവും? ടോട്ടൽ എത്രയാ? 0.9 അല്ലേ? 0.9 മോളാണ് അല്ലേ? അപ്പൊ നോക്കിയേ, 0.9ൽ നിന്നും എന്ത് ചെയ്യണം? X കുറച്ചാൽ എത്രയാണോ അത്രയും എണ്ണം Fe2+ ഉണ്ടാവും. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നതാണ് നമ്മുടെ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അല്ലേ? നോക്കൂ, ഒരു Fe3+ ആണെങ്കിൽ ചാർജ് എത്രയാണ്? 3+ ചാർജ് ആയിരിക്കും. 2 Fe3+ ആണെങ്കിലോ? 2 Fe3+ ആണെങ്കിൽ 2 × 3+ ദാറ്റ് ഈസ് 6+ ചാർജ് ഉണ്ടാവും. നമുക്കിവിടെ 1ഉം 2ഉം ഒന്നല്ല, എത്രയാണ്? X എണ്ണം Fe2+ ഉണ്ട് അല്ലേ? X എണ്ണം Fe2+ അല്ല, Fe3+. X എണ്ണം Fe3+ ഉണ്ട്. അപ്പൊ ചാർജ് എത്രയായിരിക്കും? 3x ആണ് അല്ലേ? 3x ആണ് ചാർജ്. അപ്പൊ നോക്കൂ, നിങ്ങൾ Fe3+ പ്രൊവൈഡ് ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 3x ആണ്. പ്ലസ് Fe2+ പ്രൊവൈഡ് ചെയ്യുന്ന ചാർജോ? ഒരു Fe2+ 2+ ചാർജ് ആണ് പ്രൊവൈഡ് ചെയ്യുക. 2 Fe2+ ആണെങ്കിൽ 4+ ചാർജ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ 1ഉം 2ഉം ഒന്നല്ല, എത്രയുണ്ട്? 0.9 - X Fe2+കൾ ഉണ്ട് അല്ലേ? അപ്പോ 0.9 - X എണ്ണം Fe2+കൾ പ്രൊവൈഡ് ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ × 2 ആയിരിക്കും അല്ലേ? പ്ലസ് സൾഫറിന്റെ ചാർജോ? -2 ആണ് അല്ലേ? അപ്പോൾ ഒരു സൾഫർ ആണ് സൾഫൈഡ്. 1 × -2 ടോട്ടൽ ചാർജ് എത്രയാണ്? 0. ഓക്കെ, അപ്പൊ നോക്കൂ, 3x പ്ലസ് 2 ഗുണിക്കണം 0.9, 2 × 9 18 അല്ലേ? 0.9 ആയതുകൊണ്ട് 1.8 അല്ലേ?
2 ഗുണിക്കണം മൈനസ് എക്സ് എന്ന് പറഞ്ഞാലോ മൈനസ് 2x മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നോക്കൂ 3x 2x കുറച്ചാൽ എക്സ് അല്ലേ, എക്സ് പ്ലസ് 1.8 മൈനസ് 2 സമം 0. 1.8 2 കുറച്ചാലോ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കുക അല്ലേ. ആരാ വലുത്? 2 അല്ലേ. 2 1.8 കുറച്ചാല് എത്രയാ? 0.2 ആണ് അല്ലേ. അപ്പോ എക്സ് മൈനസ് 0.2 സമം 0. എക്സ് ഈസ് ഈക്വൽ ടു 0.2 ആണ്. അപ്പൊ എക്സ് കിട്ടി എത്രയാ? 0.2. അപ്പൊ നോക്കൂ Fe3 പ്ലസ് ഡിവൈഡഡ് ബൈ Fe2 പ്ലസ് Fe3 പ്ലസ് എക്സ് എണ്ണം എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പൊ 0.2 എണ്ണം Fe3 പ്ലസ്. Fe2 പ്ലസോ? Fe3 പ്ലസ് എക്സ് ആണെങ്കിൽ Fe2 പ്ലസ് 0.9 മൈനസ് എക്സ് ആണ് അല്ലേ. 0.9 മൈനസ് 0.2. അപ്പൊ നോക്കിയേ 0.2 ഹരിക്കണം 0.9 നിന്നും 0.2 കുറച്ചാൽ 0.7 അല്ലേ. ദാറ്റ് ഈസ് 2/a ആണ്. 2/a എന്ന് പറഞ്ഞാല് നോക്കിയേ 2ൽ എത്ര a ഉണ്ട്? 2ൽ a ഉണ്ടോ? ഇല്ല, 0. പോയിന്റ് 20ൽ a ഉണ്ടോ? യെസ്, 2a അല്ലേ. 2a 14, ബാക്കി 6 അല്ലേ. 60ൽ എത്രയാണ്? 8 അല്ലേ. 8 × 56 0.28 ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ. FCC, BCC യൂണിറ്റ് സെല്ലിനകത്തെ ശൂന്യതകളുടെ ശതമാനം. പാക്കിംഗ് എഫിഷ്യൻസി പഠിച്ചില്ലായിരുന്നോ? പാക്കിംഗ് എഫിഷ്യൻസി, FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി, ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്തെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാ പറഞ്ഞേ? 74% ആണ്. BCC അല്ലേ, ബോഡി സെന്റേർഡ് എത്രയാ? 68% അല്ലേ. 74ഉം 68ഉം ഓപ്ഷനിലുണ്ടോ? പാക്കിംഗ് എഫിഷ്യൻസി അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ശൂന്യ സ്ഥലങ്ങളുടെ ശതമാനമാണ് അല്ലേ. അപ്പൊ 74% സ്പേസ് പാക്ഡ് ആണ്. ബാക്കി എത്ര ഉണ്ട്? 100ൽ 74 കുറച്ചാല് ബാക്കി 26 അല്ലേ. 26%. 100ൽ 68 കുറച്ചാൽ ബാക്കി 32%. അപ്പൊ ആൻസർ എത്രയാ വരിക? 26,32. ഓപ്ഷൻ സി ആണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 32, 26 ഉണ്ട് ഓപ്ഷനകത്ത്. പക്ഷേ FCC, BCC യൂണിറ്റ് സെല്ലിനകത്തെ ശൂന്യതകളുടെ ശതമാനം ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി ഫ്രങ്കൽ, ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റൽ അല്ലെ, ന്യൂനതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രങ്കൽ, ഷോർട്ട് കീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ന്യൂനതകളാണ് അല്ലേ. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരേ സൈസുള്ള അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഓൾമോസ്റ്റ് സിമിലർ സൈസുള്ള കാറ്റയോണും അതുപോലെ തന്നെ ആനയോണും ലാറ്റിസ് സൈറ്റിൽ നിന്നും മിസ്സാവുകയാണ് അല്ലേ. ഫ്രങ്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? അയോണുകളുടെ സൈസിൽ എന്താണ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ആനയോണ് വലുതും കാറ്റയോണ് ചെറുതുമായിരിക്കും അല്ലേ. അപ്പൊ നോക്കിയേ, ഫ്രങ്കലും ഷോർട്ട് കീയും കാണിക്കുന്ന ഒരു ക്രിസ്റ്റൽ അതേതാണ്? AgBr. നമ്മൾ പഠിച്ചില്ലായിരുന്നോ? AgBr ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇബിലിയോസ്കോപ്പിക് സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ്, ഇബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എവിടെയാ പഠിച്ചത്? സൊല്യൂഷൻ അകത്ത് പഠിച്ചില്ലായിരുന്നോ? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലെ, ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റിലെ ഉയർച്ച, തിളനിലയിലെ ഉയർച്ച. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M അല്ലെ. KB എന്ന് പറഞ്ഞാൽ ഇബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആയിരുന്നു, M മൊളാലിറ്റി ആയിരുന്നു. ഈക്വേഷനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേമും കൂടി നമ്മൾ നോട്ട് ചെയ്തു, I വാൻ ഡോ ഫാക്ടർ. ഓർക്കുന്നുണ്ടോ? ഇവിടെ KB-യുടെ യൂണിറ്റ് ആണ് നമുക്ക് അറിയേണ്ടത് അല്ലെ, KB-യുടെ യൂണിറ്റ്. അപ്പൊ നോക്കൂ, ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M എന്നെടുത്താൽ അല്ലെ, KB ഇൻറ്റു M എന്നെടുത്താൽ
KB ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ TB ഡിവൈഡ് ബൈ M എന്ന് കിട്ടൂലേ? ഡെൽറ്റ TB ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്, ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് കെൽവിനിലായിരിക്കും അല്ലെ? മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ ഇൻ അല്ലെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ്. അപ്പൊ മോൾ കിലോഗ്രാം റേസ് ടു -1. അപ്പൊ നോക്കി, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്താൽ എന്താ യൂണിറ്റ് കിട്ടുക? കെൽവിൻ മുകളിലുണ്ട് അല്ലെ? മോൾ മുകളിലോട്ട് പോകുമ്പോൾ മോൾ റേസ് ടു -1, കിലോഗ്രാം റേസ് ടു -1 മുകളിലോട്ട് പോകുന്ന സമയത്തോ കിലോഗ്രാം. അപ്പൊ എന്താ കിട്ടുക? കെൽവിൻ, കിലോഗ്രാം, മോൾ റേസ് ടു -1. ഓപ്ഷനിലുണ്ടോ? യെസ്, കെൽവിൻ, കിലോഗ്രാം, മോൾ റേസ് ടു -1. ഓപ്ഷൻ എ ആണ്. ബൈഹാർട്ട് പഠിച്ചു വെക്കല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ കൊളീഗേറ്റീവ് ഗുണധർമ്മമായിട്ടുള്ളത്, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. എന്തായിരുന്നു കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? അല്ലെ, നമ്പർ ഓഫ് മോൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇതെല്ലായിരുന്നു നമ്മൾ പഠിച്ച 4 കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. ഇവിടെ ഉണ്ടോ? ബാഷ്പമർദ്ദത്തിലുള്ള കുറവ്, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയിട്ടേ ഉള്ളൂ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലെ? ആപേക്ഷിക എന്താണ്? ബാഷ്പമർദ്ദത്തിലുള്ള കുറവ് എന്ന് വേണം. അപ്പൊ ഇതൊരു കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആപേക്ഷിക എന്ന് മുൻപിൽ വേണമായിരുന്നു. വൃതിവ്യാപന മർദ്ദം, ദാറ്റ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ, പൈ അല്ലായിരുന്നോ? പൈ ഒരു കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് അല്ലെ? താഴെ തന്നിരിക്കുന്നവയിൽ കൊളീഗേറ്റീവ് ഗുണധർമ്മമായിട്ടുള്ളത്, ദാറ്റ് ഈസ് വൃതിവ്യാപന മർദ്ദം. തിളനില, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് അല്ലെ? തിളനിലയിലെ ഉയർച്ചയാണ്. എൻട്രോപ്പിയിലെ മാറ്റം ഇതെന്തായാലും അല്ല. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്, വൃതിവ്യാപന മർദ്ദം അല്ലെ? പൈ. പൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പൈ ഈസ് ഈക്വൽ ടു CRT. CRT, സി കോൺസെൻട്രേഷൻ ആണ്, മൊളാരിറ്റി ആയിരുന്നു അല്ലെ? മൊളാലിറ്റി അല്ല, മൊളാരിറ്റി. അടുത്തത് ബേരിയം ഹൈഡ്രോക്സൈഡിന്റെ നേർപ്പിച്ച ജലീയ ലായനിയുടെ വാൻഡോ ഫാക്ടർ അല്ലെ? വാൻഡോ ഫാക്ടർ ഒരു കറക്ഷൻ ടേം ആയിരുന്നു അല്ലെ? I ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്, ഒബ്സർവ്ഡ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. ഇതൊന്നുമല്ല എങ്കിൽ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ or association divided by number of particles before association or dissociation അല്ലേ? അല്ലേ? ഇവിടെ ആരാണ്? ബേരിയം ഹൈഡ്രോക്സൈഡ് ആണ്. ബേരിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ്? BaOH twice. എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അയനൈസ് ചെയ്യുന്നത്? ബേരിയം 2+ അല്ലെ? Ba2+ പ്ലസ് 2OH മൈനസ്. തുടക്കത്തിൽ ഒരാളെ ഉള്ളായിരുന്നു അല്ലേ? ആഫ്റ്റർ സം ടൈം എന്തായിട്ട് മാറിയിട്ടുണ്ട്? 1, 2, 3 പേരായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പൊ I ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ എത്രയാണ്? 3 ആണ്. ബിഫോർ ഡിസോസിയേഷൻ എത്രയാണ്? 1 ആണ്. 3/1 3, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ അല്ലേ? 5 ഗ്രാം സോഡിയം സൾഫേറ്റ് 45 ഗ്രാം വെള്ളത്തിൽ ലയിച്ചപ്പോൾ വെള്ളത്തിന്റെ ഗരാംഗം -3.82 ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞാൽ സോഡിയം സൾഫേറ്റിന്റെ വാൻഡോ ഫാക്ടർ എത്ര? വെള്ളത്തിന്റെ ക്രയോസ്കോപ്പിക് സ്ഥിരാങ്കം 1.86. വാൻഡോ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇക്വേഷൻ പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ്? I ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്, പിന്നെയോ OBC ഒബ്സർവ്ഡ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ
number of particles after dissociation or association divided by number of particles before association or dissociation. ഇതും ഒന്നും അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. ഇങ്ങനെ ഇരിക്കേഷൻ പഠിച്ചില്ലേ? ഇവിടുന്ന് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാലോ. ഡെൽറ്റ ടി എഫും കെ എഫും എമ്മും അറിയാമെങ്കിൽ ഡെൽറ്റ ടി എഫ് അറിയാൻ പറ്റുമോ? ഇവിടെ എന്താ ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ഒരു സോൾവെന്റിനകത്തേക്ക്, ഒരു ലായകത്തിനകത്തേക്ക് നമ്മൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ബാഷ്പശീലമില്ലാത്ത ഒരു ലീനം ചേർക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഫ്രീസിംഗ് പോയിന്റിലെ താഴ്ചയാണ് അല്ലെ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു T0F മൈനസ് ടി എഫ് എന്ന ഇക്വേഷൻ കൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഈ T0F എന്ന് പറഞ്ഞാൽ? പ്യുവർ സോൾവെന്റ് ഫ്രീസിംഗ് പോയിന്റ് ആണ്. ഇവിടെ സോൾവെന്റ് എന്ന് പറയുന്നത് വെള്ളമാണല്ലോ. വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 മൈനസ് വെള്ളത്തിനകത്തേക്ക് സോഡിയം സൾഫേറ്റ് ചേർത്തപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എത്രയായി? മൈനസ് 3.82 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 0 മൈനസ് 3.82 എന്ന് പറയുമ്പോൾ 3.82 അല്ലേ? ഡെൽറ്റ ടി എഫ് കിട്ടി 3.82 ആണ് അല്ലേ? ഇനി കെ എഫ് അറിയോ? യെസ്, കെ എഫ് തന്നിട്ടുണ്ട് 1.86 ആണ്. മൊളാലിറ്റി അല്ലേ? മൊളാലിറ്റി അറിയോ? മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. WB ഡിവൈഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ WA ആണ്. WB എത്രയാണ്? വെയിറ്റ് ഓഫ് സൊല്യൂട്ട് 5 ഗ്രാം ആണ് അല്ലെ? 5 ഗ്രാം സോഡിയം സൾഫേറ്റ് ആണ്. മോളിക്കുലർ മാസ്, സോഡിയം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് അറിയോ? സോഡിയം സൾഫേറ്റ് 2 സോഡിയം അല്ലെ? അപ്പൊ 2 ഗുണിക്കണം 23 46 അല്ലെ? ഒരു 32 സൾഫറിൻ്റെത്. ഓക്സിജൻ്റെത് 16 ആണ്. അതുപോലത്തെ 4 ഓക്സിജൻ. അപ്പൊ 16 × 4 64. എല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ എത്ര ഉണ്ടാവും? 4 6 12 അല്ലേ? ബാക്കി 1 7 10 14 142. മോളാർ മാസ് എത്രയാ? 142. WA വെയിറ്റ് ഓഫ് സോൾവെന്റ് എത്രയാ? വെള്ളത്തിന്റെ വെയിറ്റ് 45 ഗ്രാം. അപ്പൊ എല്ലാം അറിയാലോ. ഇനി ഐ കണ്ടുപിടിക്കാൻ ഐ ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ ടി എഫ് ഡിവൈഡഡ് ബൈ കെ എഫ് ഇൻറ്റു എം ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് എത്രയാ? 3.82 ആണ് അല്ലെ? 3.82 ഡിവൈഡഡ് ബൈ നമ്മുടെ കെ എഫ് എത്രയാണ്? 1.86 ഗുണിക്കണം എന്താണ്? WB വെയിറ്റ് ഓഫ് സൊല്യൂട്ട് 5 ഗ്രാം അല്ലേ? 5 ഹരിക്കണം 142 ഗുണിക്കണം 1000 ഹരിക്കണം ദെൻ വെയിറ്റ് ഓഫ് സോൾവെന്റ് എത്രയാ? 45 അല്ലേ? ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നോക്കൂ നിങ്ങൾ, 3.82 ഗുണിക്കണം 142 ഗുണിക്കണം 45 ഹരിക്കണം 1.86 ഇൻറ്റു 5 ഇൻറ്റു 1000 അല്ലേ? 5ഉം 45ഉം 9 അല്ലേ? 9 5 45 ആണ്. ഈ 3.82ഉം അതുപോലെ തന്നെ 1.86ഉം നമുക്ക് ആ ഡെസിമൽ പോയിന്റുകളെ ക്യാൻസൽ ചെയ്യാലോ. പിന്നെ ആരൊക്കെ ഉണ്ടാവുക? 186 142 അല്ലേ? ഇവിടെ വേണമെങ്കിൽ 3 പോവല്ലോ അല്ലേ? 6 3 ആണ് 18 62. ഇവിടെയോ 3 3 9. ഇനി 31 2 പോകൂല്ലേ? 31 ആണ്. ഇവിടെയാണെങ്കിൽ 71 കിട്ടൂലേ? പിന്നെ വേണമെങ്കിൽ 31 ഇവിടെ ആരാണ്? ഒരു 10 തവണ അല്ലേ? 30 ആറ്റി എടുത്താൽ 10 തവണ. ഇവിടെയോ ഒരെണ്ണം. ബാക്കി ഉണ്ടാവുക 382
ഇൻറ്റു 71 അല്ലേ? 382 ഇൻറ്റു 71 ഡിവൈഡഡ് ബൈ 10 അല്ല 10,000 ഉണ്ടാവും അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ സോൾവ് ചെയ്തില്ലേ? 382 ഇൻറ്റു 71 എത്രയായിരിക്കും ഇതിൻ്റെ ആൻസർ? നോക്കൂ, ഒരു 382 382 അല്ലേ? 0 14 4 ബാക്കി 1 56 3 57 ബാക്കി 5 21 5 26 അല്ലേ? 2 2 11 7 പിന്നെയോ ഒരു 2 അല്ലേ? ഡിവൈഡ് ബൈ 10,000 എന്ന് പറയുമ്പോൾ 1 2 3 4 ഡെസിമൽ പോയിന്റ് മാറ്റിയാൽ 2.7 എന്ന് കിട്ടും അല്ലേ? നോക്കിയേ, 2.7 അതിന് മാച്ച് ചെയ്ത് വരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് 2.63. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഇതുപോലെയുള്ള 1 2 ചോദ്യങ്ങളെ ഉണ്ടാവും. ഇവരായിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? എന്തൊക്കെ പ്രസ്താവനകളാണ് കൊടുത്തത്? പ്രസ്താവന ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. R2SiO ആവർത്തന യൂണിറ്റുകളായിട്ടുള്ള ഓർഗാനോ സിലിക്കൺ ബഹുലകങ്ങളാണ് സിലിക്കോണുകൾ. സിലിക്കോൺസ് പഠിച്ചില്ലായിരുന്നോ? സിലിക്കോൺസ് എന്ന് പറഞ്ഞാൽ പോളിമർ ആണ് അല്ലേ? പോളിമർ ആണ്. നോക്കൂ, R2SiO സിലിക്കൺ. സിലിക്കൺ എന്ന് പറയുന്നത് കാർബൺ ഫാമിലിയിലെ ഒരു മെമ്പർ ആണ്. R2SiO യൂണിറ്റുകളല്ലേ? ഇതുപോലെയുള്ള R2SiO N ടൈംസ് ഈ ഓക്സിജനിലൂടെയും ഈ ഓക്സിജനിലൂടെയുമാണ് ബോണ്ടുകൾ ഫോം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഓക്സിജന്റെ പാതി മാത്രമേ ഈ യൂണിറ്റിനുള്ളൂ, ഈ ഓക്സിജന്റെയും പാതി. അപ്പോൾ 2 ഓക്സിജന്റെ പാതി എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ അല്ലേ? R2SiO യൂണിറ്റുകൾ എന്താണ്? കൂടിച്ചേർന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. ബഹുലകങ്ങൾ എന്ന് പറഞ്ഞാൽ പോളിമർ ആണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണല്ലോ. ആൻസർ ഓപ്ഷൻ എ ആണോ? മാർക്ക് ചെയ്യാനായിട്ടില്ല. രണ്ടാമത്തെ നോക്കൂ, സിലിക്കോണുകൾ ജൈവ വ്യവസ്ഥകളുമായി ചേർന്നു പോകുന്നതിനാൽ ശാസ്ത്രക്രിയകളിലും ശരീര സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഉപയോഗിക്കുന്നു. ശരിയല്ലേ? സിലിക്കോണിന്റെ ഉപയോഗമായിട്ട് പഠിച്ചതായിരുന്നു അല്ലേ? സിലിക്കേറ്റുകളുടെ അടിസ്ഥാന യൂണിറ്റ് SiO4 4- ആണ്. ഒരുപാട് സിലിക്കേറ്റുകൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ചെയിൻ സിലിക്കേറ്റ്, ഓർത്തോ സിലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിലിക്കേറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടേക്കുള്ള ബേസിക് യൂണിറ്റ് ഏതാണ്? SiO4 4- അല്ലേ? അപ്പൊ ഏത് ആൻസർ വരിക? ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇന്ത്യയിൽ ആദ്യമായി ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ. ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. എന്നാൽ ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ ബി ആണ്. നോക്കൂ, 10ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സൾഫൈഡ് അയോണിന്റെ ഗാഢത 8.1 × 10⁻⁻19 മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ് ആവുന്നത് വരെ 0.1 മോൾ Zn2+ അയോണുകളും 0.01 മോൾ Cu2+ അയോണുകളും അടങ്ങിയ 1 ഡെസിമീറ്റർ ക്യൂബ് ലൈനിലേക്ക് H2S കടത്തിവിടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. KSP വാല്യൂ തന്നിട്ടുണ്ട്. സിങ്ക് സൾഫൈഡിന്റെ KSP വാല്യൂ എത്രയാണ്? 3 × 10⁻22 ആണ്. കോപ്പർ സൾഫൈഡിന്റെ KSP വാല്യൂ എത്രയാണ്? 8 × 10⁻36 അല്ലേ? ഇനി എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? സിങ്ക് സൾഫൈഡ് മാത്രം അവശിപ്തപ്പെടുന്നു, കോപ്പർ സൾഫൈഡ് സിങ്ക് സൾഫൈഡ് രണ്ടും അവശിപ്തപ്പെടുന്നു, കോപ്പർ സൾഫൈഡ് മാത്രം അവശിപ്തപ്പെടുന്നു, അവശിപ്തങ്ങൾ രൂപപ്പെടുന്നില്ല. അപ്പോൾ ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രസ്താവനകൾ എന്തിനെ കുറിച്ചാണ്? അവശിപ്തങ്ങൾ രൂപപ്പെടുന്നതിനെ കുറിച്ചാണ്. അവശിപ്തങ്ങൾ പ്രസിപ്പിറ്റേറ്റുകൾ രൂപപ്പെടണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? അയോണിക് പ്രൊഡക്റ്റിന്റെ വാല്യൂ അല്ലേ?
നമ്മൾ QSP എന്നാ നോട്ട് ചെയ്തത് അല്ലേ? QSP എന്തായിരിക്കണം? KSPയേക്കാളും കൂടുതലായിരിക്കണം. QSPയും KSPയും അല്ലേ? QSP എന്ന് പറഞ്ഞാൽ അയോണിക് പ്രൊഡക്റ്റ് ആണ്. KSP എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ആണ്. ഈ KSP എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള അയോണുകളുടെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് ആണ് അല്ലെ, ഗുണനഫലമാണ്. അതേസമയത്ത് QSP എന്ന് പറഞ്ഞാലോ ഇക്വിലിബ്രിയം അല്ലാത്ത സമയത്തുള്ള അയോണുകളുടെ മോളാർ കോൺസെൻട്രേഷന്റെ ഗുണനഫലം അല്ലെ. QSP അയണിക് പ്രൊഡക്റ്റ് എപ്പോഴാണോ KSPയേക്കാളും കൂടുതലായിട്ട് വരിക അപ്പോഴാണ് എന്ത് ചെയ്യുക, പ്രസിപ്പിറ്റേറ്റ് അവശിഷ്ടങ്ങൾ രൂപപ്പെടുക. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ QSP കണ്ടുപിടിക്കണം അല്ലെ. KSP തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് QSP KSPയേക്കാളും കൂടുതലാണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആദ്യമായിട്ട് ഞാനൊരു ബീക്കർ എടുക്കുകയാണ്. ഈ ബീക്കറിനകത്ത് ആരാ ഉള്ളത്? Zn2+ അയോണും ഉണ്ട്, അതുപോലെ തന്നെ Cu2+ അയോണും ഉണ്ട് അല്ലേ. സൾഫൈഡ് അയോണിന്റെ ഗാഢത 8.1 × 10⁻⁻19 മോൾ പെർ ലിറ്റർ, ദാറ്റ് ഈസ് ഡെസിമീറ്റർ ക്യൂബ് ആവുന്നത് വരെ 0.1 മോൾ Zn2+ അയോണുകളും 0.01 മോൾ Cu2+ അയോണുകളും അടങ്ങിയ 1 ഡെസിമീറ്റർ ക്യൂബ് ലൈനിലേക്ക് H2S കടത്തിവിടുകയാണ്. അപ്പോൾ നമ്മുടെ ബീക്കറിനകത്ത് എന്താണ് 0.1 മോൾ Zn2+ ഉണ്ട്, പിന്നെയോ 0.01 മോൾ Cu2+ ഉണ്ട് അല്ലേ. ഈ ലൈനിയുടെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാ? 1 ഡെസിമീറ്റർ ക്യൂബ് ആണ്, 1 ലിറ്റർ ആണ്. ഇതിനകത്തേക്കാണ് നമ്മൾ H2S പാസ് ചെയ്യുന്നത് അല്ലേ. എത്ര വരെ H2S പാസ് ചെയ്യുന്നുണ്ട്? സൾഫൈഡ് അയോണിന്റെ ഗാഢത 8.1 × 10⁻⁻19 മോൾ ആവുന്നത് വരെ. അപ്പൊ നോക്കിയേ, നമ്മൾ സിങ്ക് സൾഫൈഡ് എന്ന് പറയുമ്പോൾ Zn2+ + ആണല്ലോ. ഇതിന്റെ QSP വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2+ × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് S2- ആണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2+ എത്രയാ? 1 ലിറ്റർ ലൈനിനകത്ത് 0.1 ആണ് അല്ലേ. S2- 8.1 × 10⁻⁻19. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 8.1 × 10⁻20 ആയിരിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയേ, സിങ്ക് സൾഫൈഡിന്റെ KSP വാല്യൂ എത്രയാണ്? 3 × 10⁻22 അല്ലേ. ഇവിടെ എത്രയാ? 10⁻20 ആണ്, കൂടുതലല്ലേ. അപ്പൊ KSPയേക്കാളും QSP കൂടുതലായിട്ട് കിട്ടി. ദാറ്റ് ഈസ് സിങ്ക് സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യിപ്പിക്കും. ഇനി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ കോപ്പർ സൾഫൈഡിന്റെ കാര്യത്തില്. കോപ്പർ സൾഫൈഡ് CuS അല്ലേ, that gives Cu2+ + S2-. അപ്പോൾ QSP കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ that is equal to molar concentration of Cu2+ into molar concentration of S2-. എത്രയാണ് Cu2+ന്റെ മോളാർ കോൺസെൻട്രേഷൻ അല്ലേ? 0.01 മോൾ പെർ ലിറ്റർ അല്ലേ. അപ്പൊ 0.01 ഇൻറ്റു സൾഫൈഡിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 8.1 × 10⁻⁻19. 8.1 × 10⁻⁻19. അപ്പൊ എത്ര കിട്ടും? ഈ 0.01 എന്ന് പറഞ്ഞാൽ 10⁻⁻2 അല്ലേ, ഇൻറ്റു 8.1 × 10⁻⁻19. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 8.1 × 10⁻⁻ എത്രയാണ്? 21 എന്ന് കിട്ടും. ഇതാണ് QSP. ഇനി കോപ്പർ സൾഫൈഡിന്റെ കേസിൽ KSP എത്രയാണ്? എത്രയാ KSP വാല്യൂ തന്നത്? നോക്കൂ നിങ്ങൾ, 8 × 10⁻36 ആണ് അല്ലേ. 8 × 10⁻36. 10⁻36നേക്കാളും ഒരുപാട് വലുതല്ലേ 10⁻21 എന്ന് പറഞ്ഞാൽ. അപ്പൊ KSP വാല്യൂവിനേക്കാളും QSP വാല്യൂ കൂടുതലായിട്ട് കിട്ടി. അപ്പൊ കോപ്പർ സൾഫൈഡും പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ ആൻസർ ഏതാ വരിക? കോപ്പർ സൾഫൈഡും
സിങ്ക് സൾഫൈഡും രണ്ടും അവശിഷ്ടപ്പെടുന്നു. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വളരെ ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആൻസർ എന്താണ്? വളരെ സിമ്പിൾ ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? QSPയും KSPയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ്. QSP KSPയേക്കാളും കൂടുതലായിട്ട് വരുന്ന സമയത്താണ് അയണിക് പ്രൊഡക്റ്റ്. എപ്പോഴാണോ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിനേക്കാളും കൂടുതലായിട്ട് വരുന്നത് ആ സമയത്താണ് precipitation നടക്കുക. ഓക്കെ.